എൻ്റെ പ്രാണനാണ് പോയത്. എൻ്റെ സ്വപ്നം തകർന്നു. ഞാൻ ഇങ്ങനെ വിജയിച്ചിട്ട് ഇങ്ങനെ എന്താവുന്നു? എൻ്റെ സുഹൃത്തുക്കളെ, കാസർഗോഡ് സദൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരു വീട് വെച്ചു. അത് ഗംഭീരമായ വീടാണ്. ആ വീട് വെച്ച് പണി തീർന്ന് പാല് കാച്ചിലാവുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് ഇവർ കക്കൂസിന് വേണ്ടിയിട്ടൊരു കുഴി എടുക്കുന്നത്. കക്കൂസ്റ്റ. ആ കുഴി എടുത്തു കഴിഞ്ഞപ്പോൾ അടിയിലൊരു ഗർത്തം. അതിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ വീടിൻ്റെ അടിയിലൂടെയാണ് ഒരു വലിയ ഗുഹ പോണത്. അതിനുള്ളിലൂടെ ഒരു നീർച്ചാലും പോകുന്നുണ്ട്. അവരുടെ സ്വപ്നം മുഴുവൻ തകർന്നടിച്ചിരിക്കുകയാണ്. അവർ കരയാണ്, ദൈവങ്ങൾക്ക് പോലും ഞങ്ങളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. കേട്ടോ, എന്തു ചെയ്യും? ദൈവങ്ങൾക്കും ഞങ്ങളെ വേണ്ടതായിരിക്കുന്നു. സദെന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നുണ്ട്. ഞാൻ ആദ്യമേ കാര്യം പറയാം. എൻ്റെ സുഹൃത്തുക്കളെ, ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ കേരളത്തിലെ ആളുകളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കുടുംബത്തെ സഹായിക്കാൻ കഴിയും. നമ്മളെല്ലാവരും ഒരു 10 രൂപ വീതം കേരളത്തിലെ എല്ലാ ജനങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു പുതിയ സ്ഥലം വാങ്ങിക്കാനും അവിടെ ഒരു പുതിയ വീട് കെട്ടാനും ഒക്കെ സാധിക്കും. സദെന്ന് പറയുന്ന വ്യക്തി ഏകദേശം കൂട്ടുകാരിൽ നിന്നൊക്കെ അത്യാവശ്യം ലക്ഷങ്ങൾ കടം വാങ്ങിച്ചിട്ടാണ് വീട് പണി തീർക്കുന്നത്. പക്ഷെ അത് അവസാനിപ്പിക്കുമ്പോഴേക്കും ഇങ്ങനത്തെ ഒരു ദുരിതം അത് അദ്ദേഹം പ്രതീക്ഷിച്ചതേയില്ല. അദ്ദേഹത്തിന് കുറ്റം കൊണ്ടൊന്നുമല്ല. എന്തൊക്കെയായാലും ഇത് മഹാദുരന്തമാണ്. അവിടെ അവർക്ക് ഇനി ഒരു കാരണവശാലും അവിടെ താമസിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളികളെല്ലാവരും ഒരുമിച്ചിറങ്ങുക എന്ന ഒരു പരിപാടി ആരെങ്കിലും തുടങ്ങുകയാണെങ്കിൽ നന്നായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. ഞങ്ങൾക്ക് ഓപ്ഷൻ മുന്നോട്ട് വെച്ചു എന്നുള്ളൂ. ആരെങ്കിലും അവിടുത്തെ ഏതെങ്കിലും ഒരു സന്നദ്ധ ആളുകൾ അതിനുവേണ്ടി ഇറങ്ങണം. നമ്മൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും 10 രൂപ, ഒരു 10 രൂപ വീതം അയച്ചാൽ തന്നെ നമ്മൾ 3.5 കോടി ജനങ്ങളില്ലടോ. 1 കോടി ജനങ്ങൾ ഒരു 10 രൂപ വെച്ച് അയച്ചാൽ തന്നെ എത്രയായി അല്ലേ? 1 രൂപ വെച്ച് അയച്ചാൽ തന്നെ എന്തായി? അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ആ ഒരു കുടുംബത്തെ ആ ഒരു ഭയങ്കര തീരാ സങ്കടമല്ലടോ, അവരെ കടം വീട്ടാൻ കഴിയും. അങ്ങനെ ഒന്ന് നോക്കിയാലോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നത് കേട്ടോ. ഒന്ന് നോക്കിയാലോ? നിങ്ങളുടെ അഭിപ്രായം എന്താ?